ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂലൈ 30, ഒന്നാമത്തെ വായനാ ഭാഗം 2 ശമൂവേൽ 16-ാം അധ്യായം. ദാവീദ് ഇപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ മകനായ അബ്ശാലോമിനെ ഭയന്ന് കുറേ ചെന്നപ്പോഴത്തേക്ക് മെഫീബോശത്തിനെ സഹായമൊക്കെ ചെയ്യാൻ വേണ്ടി ദാവീദാക്കിയ സീബ എന്നൊരുവൻ, അവൻ കോപ്പിട്ട 2 കഴുതയുമായി എതിരെ വന്നു. അവൻ്റെ പുറത്ത്, ആ കഴുതയുടെ പുറത്ത് 200 അപ്പം, 100 ഉണക്ക മുന്തിരിക്കുല, 100 അത്തിയട, ഒരു തുരുത്തി വീഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നു. രാജാവ് ചോദിച്ചു, ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചു. ദാവീദിനോട് സീബ പറഞ്ഞു, കഴുതകൾ രാജാവിൻ്റെ കുടുംബക്കാർ കയറുവാനും അപ്പവും പഴവും ബാല്യക്കാർക്ക് തിന്നാനും വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണിച്ചവർ കുടിപ്പാനും തന്നെ എന്ന് പറഞ്ഞു. എൻ്റെ യജമാൻ്റെ മകൻ എവിടെ? അതായത് മെഫീബോശത്തല്ലേ. മെഫീബോശത്ത് എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ പറയുകയാണ്, ശരിയാണോ എന്ന് അറിയത്തില്ല, ചിലപ്പം കള്ളം പറയുന്നതായിരിക്കാം. അപ്പം സീബ രാജാവിനോട് പറഞ്ഞു, അവൻ യെരൂശലേമിൽ പാർക്കുന്നു. ഇസ്രായേൽ ഗ്രഹം എൻ്റെ അപ്പൻ്റെ രാജ്യത്വം ഇന്ന് എനിക്ക് തിരികെ തരും എന്ന് അവൻ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പം മെഫീബോശത്ത് ശൗലിൻ്റെ മകൻ്റെ മകനാണല്ലോ. അപ്പം ഇന്നെനിക്ക് രാജ്യത്വം തിരികെ തരും എന്നവൻ പറയുന്നു എന്ന് പറയുകയാണ്. മിക്കവാറും അത് കള്ളമാകാനാണ് വഴി. എന്തായാലും സീബയോട് പറഞ്ഞു, ഇതാ മെഫീബോശത്തിനുള്ളതൊക്കെ നിനക്കുള്ളതാകുന്നു. അത് മെഫീബോശത്തിന് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ പരിപാലകനായിട്ടാണ് സീബയുടെ കുടുംബത്തെയൊക്കെ ആക്കിയത്. അപ്പം നീ മെഫീബോശത്തിനുള്ളതൊക്കെ നിനക്കെടുത്തോ, നീ എടുത്തോളാൻ പറയും. അപ്പം സീബ, യജമാനായ രാജാവെ, ഞാൻ നിന്നെ നമസ്കരിക്കുന്നു, തിരുമുമ്പിൽ എനിക്ക് ദയ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുമ്പോട്ട് പോകുമ്പം ശൗലിൻ്റെ കുലത്തിലൊരു ശിമയി എന്നൊരാൾ നേരെ എതിർപെട്ട് വന്നു. ഷിമയ്ക്ക് ദാവീദിനെ മനസ്സിലായി. അപ്പം ദാവീദ് ഇപ്പം തൻ്റെ മകനെ പേടിച്ച് ഓടിപ്പോവുകയാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് ശിമയി ദാവീദിനെ ശപിച്ചു, കല്ലുവാരി എറിഞ്ഞു ദാവീദിനെ, ഭൃത്യന്മാരെയെല്ലാം. എന്നിട്ട് ശപിച്ചുകൊണ്ട് പറഞ്ഞു, രക്തപാതക, നീച, പോ, ശൗൽ ഗ്രഹത്തിൻ്റെ രക്തം യഹോവ നിന്റെ തലമേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജാവിൻ്റെ മകനായ അബ്ശാലോമിൻ്റെ കയ്യിലേൽപ്പി. നീ രക്തപാതകനായിരിക്കാൽ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിൻ്റെ ഫലം നിനക്ക് വന്നു ഭവിച്ചിരിക്കുന്നു പറയും. യോവാബിൻ്റെ സഹോദരനും ദാവീദിൻ്റെ സഹോദരി സെരൂയയുടെ മകനുമായ അബീശായി രാജാവിനോട്, ഈ ചത്തനായ ഞാനങ്ങ് തലവെട്ടി കൊലയട്ടെ ചോദിക്കും. ദാവീദ് പറയും, സെരൂയയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്കുക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നീ ഇങ്ങനെ പറയുന്നത് എന്തിനാ? എൻ്റെ സ്വന്തം മകൻ പോലും എന്നെ പ്രാണഹാനി വരുത്തുമെന്ന് നോക്കുന്നു. പിന്നെ ഈ ബെന്യാമീൻ ചെയ്യുന്നതിൽ എന്ത് കാര്യം? അവൻ ശപിക്കട്ടെ. പക്ഷേ ഒരു പ്രത്യാശയുടെ വർത്തമാനം ദാവീദ് പറയുന്നത്, എൻ്റെ സങ്കടം നോക്കി യഹോവ ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. അപ്പോൾ ഇപ്പം പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തൊരു വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പം അബ്ശാലോം പറയുമെന്ന് തന്നെ കൊല്ലുമായിരിക്കാം. ഇതിങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും പറയുന്ന പ്രത്യാശയുടെ വാക്ക്, യഹോവേൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ദാവീദിനെ പോലെ കൂടുതലോ കുറവോ ഒക്കെയുള്ള കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വരുമ്പോൾ നമ്മൾ ഈ പ്രത്യാശയുടെ വാക്കുകളാണോ നമ്മൾ പറയുന്നത്, അതോ ശാപത്തിൻ്റെ പുറത്ത് ശാപം വിളിച്ചു വരുന്ന വാക്കുകളാണോ നമ്മൾ പറയുന്നത്? ഓർക്കേണ്ടതാണ്. പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുള്ളത് വളരെ നെഗറ്റീവായിട്ടാണ്. നാവിന്മേൽ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്ന അധികാരത്തെ തനിക്ക് തന്നെ, അവനവന് തന്നെ ദോഷത്തിനായിട്ട് നാവ് വളച്ച് വർത്തമാനം പറയുന്നത് കണ്ടിട്ടുണ്ട്. ഈ വേദനകളും ഒക്കെ വരുമ്പോൾ എപ്പോഴും വേദന അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും അയ്യോയും വേദനയും തന്നെ ആയിരിക്കും. അത് നാക്കിൻ്റെ ഫലമാണ്. അപ്പം അത് ഇവിടെ നമ്മൾ ഓർക്കണം. നമുക്ക് ഏതൊരു കഷ്ടം വന്നാലും അതിനപ്പുറത്തൊരു നന്മയുണ്ട്. ഒരു മല കയറി പോകുന്ന ഒരാൾക്ക് ആ മല കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ മലയുടെ ഏറ്റവും മുകളിൽ ചെന്നൊരു നിരപ്പായ സ്ഥലത്തെത്തുമ്പോൾ ലഭിക്കുന്നതിന് ആശ്വാസമുണ്ട്. ഒന്ന്, ഇനി അപ്പുറത്ത് കയറാൻ വരെ മലയില്ല. അപ്പുറമുള്ള താഴ്വാരം, അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ, ഞാനിവിടെ ഇത്രയും കഷ്ടം പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും ഞാനിവിടെ എത്തൂലെന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിലും ഇവിടെ എത്തിയല്ലോ എന്നുള്ള ആ ഒരു ആശ്വാസം, പിന്നെ അത്രയും വലിയൊരു ജയം നേടിയതിനെക്കുറിച്ചുള്ള ആത്മാഭിമാനം, അങ്ങനെ പല 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 വികാരങ്ങൾ നമുക്ക് അങ്ങനെ ഉണ്ടാവും. അതുപോലെ ഏതൊരു പ്രശ്നത്തിനപ്പുറത്തെത്തുമ്പോൾ അതുണ്ടാവും.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അബ്ശാലോമും ഇസ്രായേലിൻ്റെ ജനമൊക്കെയും അഹീത്തോഫേലുമായി യെരുശലേമിലെത്തി. അഹീത്തോഫേലും ഇപ്പോൾ യെരുശലേമിൻ്റെ അബ്ശാലോമിൻ്റെ കൂടെ ഉണ്ട്. ഹൂശായിയും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അഹീത്തോഫേലും ഉണ്ട്, ഹൂശായിയും ഉണ്ട്. അപ്പോൾ ഈ ഹൂശാമിനെ കണ്ടപ്പം അബ്ശാലോം കളിയാക്കി, ഓ ഇതാണ് നിൻ്റെ സ്നേഹിതനോടുള്ള സ്നേഹമല്ലേ എന്ന് ചോദിച്ചു. ഹൂശായി പറഞ്ഞു, അങ്ങനെയല്ല, യഹോവയും ഈ ജനവും ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് രാജാവ്, അവൻ്റെ കൂടി ഞാനിരിക്കും. ഞാനിപ്പോൾ നിന്നെ സേവിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ ദാവീദിൻ്റെ മകനല്ലേ, ഞാൻ നിൻ്റെ അപ്പനെ സേവിച്ചതുപോലെ നിന്നെ സേവിക്കും എന്ന് പറഞ്ഞു. അബ്ശാലോം അഹീത്തോഫേലിനോട് ചോദിക്കുകയാണ്, ആലോചിച്ച് പറ. അഹീത്തോഫേൽ അബ്ശാലോമിനോട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അബ്ശാലോമിനോട് അഹീത്തോഫേൽ ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശമാണ്, രാജധാനി സൂക്ഷിപ്പാൻ നിൻ്റെ അപ്പൻ പാർപ്പിച്ചിട്ടുള്ള അവൻ്റെ വെപ്പാട്ടികളുടെ അടുക്കൽ നീ ചെല്ലുക. എന്നാൽ നിൻ്റെ അപ്പനെ നിന്നെ തന്നെ വെറുപ്പാക്കി എന്നാൽ എല്ലാ ഇസ്രായേലും കേൾക്കും, നിന്നോട് കൂടെ ഉള്ളവരൊക്കെയും ധൈര്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറയും. പക്ഷെ അബ്ശാലോം എന്ത് ചെയ്യുന്നറിയാമോ, ഒരു വെൺമാടത്തിന്മേലൊരു കൂടമടിച്ചു. അവിടെ ആ വെൺമാടത്തിന് കൂടാരം അടിച്ച് ആ ചുറ്റും നിന്ന് നോക്കുന്ന എല്ലാവർക്കും ആ കൂടാരം കാണാം. അവിടെ അബ്ശാലോം എല്ലാ ഇസ്രായേലും കാണെ തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടികളുടെ അടുക്ക ചെന്നു. ഇതും ദൈവത്തിൻ്റെ ശാപമായിരുന്നു, ശിക്ഷയായിരുന്നു. ആ ശാപം എന്തായിരുന്നു ഓർമ്മയുണ്ടല്ലോ, നീ രഹസ്യത്തിൽ ചെയ്തു, ഞാനത് സൂര്യൻ്റെ വെട്ടത്തിൽ ചെയ്യും, പരസ്യമായിട്ട് ചെയ്യും. നീ രഹസ്യമായിട്ട് ചെയ്തൊരു കാര്യം, അപ്പോൾ നിൻ്റെ മകൻ നിനക്ക് അനർത്ഥം, നിൻ്റെ ഗ്രഹത്തിൽ നിന്ന് തന്നെ നിനക്ക് അനർത്ഥം വരും. നീ രഹസ്യമായി ചെയ്തത് എന്താണ്, മറ്റൊരുവൻ്റെ ഭാര്യ വഷളാക്കിയതാണ്. നിൻ്റെ ഭാര്യമാരുടെ സ്ഥാനത്തുള്ള നിൻ്റെ വെപ്പാട്ടിമാരാണ്, ഇപ്പം വെപ്പാട്ടിമാരാണ്, ഭാര്യമാരല്ല, ഭാര്യമാരുടെ സ്ഥാനത്തുള്ള വെപ്പാട്ടിമാരാണ്. ആ വെപ്പാട്ടിമാരോട് നീ ചെയ്ത കാര്യം പരസ്യമായി ചെയ്യും. നീ രഹസ്യത്തിൽ ചെയ്തെങ്കിൽ പരസ്യമായി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെ ഇസ്രായേലെല്ലാം കാണെ ഈ സ്ത്രീകളുടെ അടുക്കൽ ഈ തൻ്റെ മകനായ അബ്ശാലോം ചെന്നു എന്നുള്ളതാണ്. അപ്പം അന്നത്തെ കാലത്ത് അഹീത്തോഫേൽ പറയുന്ന ആലോചന ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് അബ്ശാലോം അത് ചെയ്തത്. ദാവീദിനും അബ്ശാലോമിനും അഹീത്തോഫേലിൻ്റെ ആലോചനയെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ദാവീദിനും അഹീത്തോഫേലിൻ്റെ ആലോചന ദൈവത്തിൻ്റെ ആലോചന പോലെ തന്നെയായിരുന്നു. ഇപ്പോൾ അത് അബ്ശാലോമിനും ദൈവത്തിൻ്റെ ആലോചന പോലെ തന്നെയാണ് അഹീത്തോഫേലിൻ്റെ ആലോചന. അതുകൊണ്ട് തന്നെ അഹീത്തോഫേൽ പറഞ്ഞ കാര്യം അതുപോലെ ഇവിടെ അബ്ശാലോം ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 20-ാം അധ്യായം. ഇവിടെ യെരൂശലേം ദേവാലയത്തിൻ്റെ പ്രധാന വിജയകരകനായ പശൂർ, ഇമ്മേരിൻ്റെ മകനായ പശൂർ പുരോഹിതൻ ഈ മേളി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് യിരെമ്യാ പ്രവാചകനെ അടിച്ചു. അപ്പം അധികാരിയാണല്ലോ, പ്രധാന വിചാരകനാണ്. അവിടെ ആലയത്തിലൊരു ബെന്യാമിൻ ഗോപുരമുണ്ട്, അവിടെ കൊണ്ട് ആമത്തിലിട്ടു. അപ്പം അവിടെ പൂട്ടിയിട്ടു. പിറ്റേ ദിവസം യിരെമ്യാവിനെ ആമത്തിൽ നിന്ന് വിട്ടയച്ചു, ഇയാൾ തന്നെ പശൂർ. അപ്പം നിനക്ക് പശൂർ എന്നല്ല, സർവത്ര ഭീതി എന്ന് ആണ് പേർ വിളിച്ചിരിക്കുന്നത്. ഞാൻ നിനക്ക് തന്നെ നിൻ്റെ സകല സ്നേഹിതന്മാർക്കും ഭീതി വിഷയമാക്കി തീർക്കും. ദൈവത്തിൻ്റെ വാക്കാണ് പറയുന്നത്. നിന്നെ എന്ന് പറയുന്നത് യിരെമ്യാ പ്രവാചകനാണെങ്കിൽ ദൈവത്തിൻ്റെ വാക്കാണ്. അവർ ശത്രുക്കളുടെ വാൾ കൊണ്ട് വീഴും, നിൻ്റെ കണ്ണത് കാണും. എല്ലാ യഹൂദയെയും ഞാൻ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അവരെ പിടിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി വാൾ കൊണ്ട് കൊന്നുകളയും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയാണ്, പശൂരെ, നീയും നിൻ്റെ വീട്ടിൽ പാർക്കുന്ന എല്ലാവരും പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. നീ നിൻ്റെ വ്യാജവചനം കേട്ട നിൻ്റെ സ്നേഹിതന്മാരെയും ബാബേലിലേക്ക് ചെന്ന് അവിടെ വെച്ച് മരിക്കുകയും അവിടെ അടക്കപ്പെടുകയും ചെയ്യും. യഹോവയെ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോവുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു, ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നെന്ന് തന്നെക്കുറിച്ച് യിരെമ്യാവ് ദൈവത്തോട് പറയുകയാണ്. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്നയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. ഞാനിനി അവരെ ഓർക്കുകയുമില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അതെൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കും. അപ്പോൾ ഈ സംഭവിച്ചതൊക്കെയും ദൈവം പറഞ്ഞിട്ടാണ്. ഞാൻ പറയുകയാണ്, ഇനി ദൈവത്തിൻ്റെ നാമത്തിൽ സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്നാണ് ഈ പ്രവാചകൻ അവിടെ പറയുന്നത്. സംസാരിക്കില്ലെന്ന് പറഞ്ഞാലോ അതെൻ്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട്
എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. അപ്പോൾ എനിക്കത് പറയാതെ ഇരിക്കാൻ വയ്യ. ഞാൻ സഹിച്ച് തളർന്ന് എനിക്ക് വഹ്യാതെയായി, സർവത്ര ഭീതി. ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പീൻ. ഞാൻ എന്താ ചെയ്തതെന്നുള്ള കുറ്റം നിങ്ങൾ എന്നോട് പറ, ഞാനത് മനസ്സിലാക്കട്ടെ. പക്ഷേ ഇവിടെ തെറ്റൊന്നും ഇല്ലല്ലോ, ദൈവം പറയുന്നതല്ലേ ഇവിടെ പറയുന്നത്. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം, നമ്മുടെ പശൂർ എന്നൊരു പുരോഹിതനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഇതേ പുസ്തകത്തിൽ തന്നെ മറ്റൊരു പശൂരിനെ നമ്മൾ കാണും. ആ പശൂർ വന്നിട്ട് യിരെമ്യാ പ്രവാചകനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ മുൻകൈ എടുത്ത ഒരാളുണ്ട്, ഗദല്യാവിൻ്റെ അപ്പൻ്റെ പേരാണ് പശൂർ. അപ്പോൾ അങ്ങനെ വേറൊരു പശൂർ അവിടെ വരും. അപ്പം ആ പശൂറും ഈ പശൂറും തമ്മിൽ തെറ്റിപ്പോകരുത്. ഇത് പശൂർ എന്ന ഒരു പുരോഹിതനാണ്, ആലയത്തിൻ്റെ പ്രധാന വിചാരകനാണ്. മറ്റത് ഗദല്യാവ് എന്ന് പറഞ്ഞ ഒരുവനെ അവിടെ ഇതൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. ആ ഗദല്യാവിൻ്റെ അപ്പൻ്റെ പേരാണ് പശൂർ. അങ്ങനെ രണ്ട് പശൂർ ഈ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെയുണ്ട്. വേറെയും രണ്ട് പശൂർമാർ ബൈബിളിലും ഉണ്ട്. അങ്ങനെ ആകെ 4 പശൂർമാർ, പശൂർ എന്ന പേരുള്ള 4 പേര് ഈ ബൈബിളിൽ. അവരെല്ലാവരും തന്നെ പഴയ നിയമകാലത്ത് ഉള്ള ആൾക്കാരുമാണ്. പുതിയ നിയമത്തിലല്ല ഇവരുടെ 4 പേരും പഴയ നിയമത്തിലുമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പം യിരെമ്യാ പ്രവാചകൻ പറയാൻ, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അപ്പനോട് അറിയിച്ച് അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. എൻ്റെ അമ്മ എൻ്റെ ശവക്കുഴിയും അവളുടെ ഗർഭപാത്രം എല്ലപ്പോഴും നിറഞ്ഞതുമായിരിക്കേണ്ടതിന് ആ മനുഷ്യൻ എന്നെ ഉദരത്തിൽ വെച്ച് കൊന്നുകളയാകൊണ്ട് അവൻ യഹോവ അനുദപിക്കാതെ ഉന്മൂലനാശം വരുത്തിൻ്റെ പട്ടണങ്ങളെ പോലെ ആയിത്തീരട്ടെ. രാവിലെ അവൻ നിലവിളിയും ഉച്ചസമയത്ത് പോർവിളിയും കേൾക്കുമാറാകട്ടെ. കഷ്ടവും സങ്കടവും അനുഭവിച്ച ജീവകാലം ലജ്ജയിൽ കഴിച്ചുകൂട്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു എന്തിന്. ഇതൊക്കെ ഒരു നിരാശ പോലെ പറയുന്നുവെങ്കിലും അത് പൂർണ്ണമായി നിരാശയാണോ എന്നെനിക്കറിയില്ല. പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു, ഞാൻ ജനിച്ചിട്ട് ഇത്രയും ലജ്ജയും കഷ്ടവും ഒക്കെ ഞാൻ അനുഭവിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് അങ്ങനെ പറയാൻ പാടില്ലാത്ത തന്നെയാണ്. പക്ഷേ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമാകുമ്പോൾ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കും. എന്തായാലും നമ്മളങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെയും കാരണം ഞാൻ ദൈവത്തിൻ്റെ വാക്കുകൾ ഇനി പറയുകയില്ല എന്ന് പറയാൻ എനിക്കൊക്കില്ല. അത് എൻ്റെ ശരീരത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. എനിക്കത് സഹിക്കാൻ കഴിയുന്നതായിരിക്കത്തില്ല. ഞാൻ എന്നോട് തന്നെ ഞാൻ യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥയായി മാറും എന്നൊക്കെയാണ് ആദ്യം അവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ യിരെമ്യാ പ്രവാചകൻ പറയണമെങ്കിൽ ഒരു മനുഷ്യൻ പോലും യിരെമ്യാ പ്രവാചകൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നില്ല. ജനവും ജനത്തിൻ്റെ പുരോഹിതന്മാരും ജനത്തിൻ്റെ പ്രവാചകന്മാരും രാജാവും യിരെമ്യാവിൻ്റെ ഒരു വാക്ക് പോലും കേൾക്കുന്നില്ല. എല്ലാവരും യിരെമ്യാവിന് എതിരെയാണെന്നുള്ളത് യിരെമ്യാവിന് നിരാശ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെ. അങ്ങനെയായിരിക്കാം അത് സംഭവിച്ചതെന്ന് നമുക്ക് അനുമാനിക്കാം. 3-ാമത്തെ വായനാ ഭാഗത്തിൽ നിന്ന് റോമർക്ക് എഴുതിയ ലേഖനം 5-6 അധ്യായങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ഈ റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഒരു വാക്യം പോലും നമുക്ക് വിട്ടുകളവാനുള്ളതായിട്ടില്ല. എല്ലാം വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ. അതുകൊണ്ട് ഇത് വിശദീകരിച്ച് തീർക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് കർത്താവേ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്നാലും ചില കാര്യങ്ങളിലൂടെ മാത്രം നമുക്ക് കടന്നു പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ഇന്നലെ വായിച്ചതുപോലെ തന്നെ വിശ്വാസത്തിനെ സംബന്ധിച്ചാണ് ഇന്നലെ വായിച്ചത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം ദൈവത്തോട് സമാധാനമുള്ളത് ഇടയ്ക്കൊരു മീഡിയേറ്റർ വഴിയാണ്. നമുക്കറിയാമല്ലോ, മുമ്പ് കാലങ്ങളിൽ ദൈവവും മനുഷ്യനും തമ്മിലിടയിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു. മഹാപുരോഹിതൻ, മറ്റു പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. ഇന്ന് ആ പുരോഹിതന്മാരില്ല. മറിച്ച് ആ പുരോഹിതൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തു ഉള്ളത് കൊണ്ടാണ് ആ വിശ്വാസത്താൽ നമുക്ക് നീതീകരണം ലഭിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാം പാപികളാണ്. ഇസ്ഹാക്ക് യാക്കോബിനോട് നീങ്ങി വരണം, ഞാൻ എൻ്റെ മകനെ ഏശാവ് തന്നെ തപ്പി നോക്കട്ടെ എന്ന് പറയുമ്പോൾ തപ്പി നോക്കുമ്പോൾ അവിടെ ഏശാവിൻ്റെ കുപ്പായവും ഏശാവിൻ്റെ ദേഹത്തെ രോമവും ഒക്കെയാണ് ഇസ്ഹാക്ക് കാണുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഇങ്ങോട്ട് തപ്പി നോക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മളെ തപ്പി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ അല്ല ദൈവം കാണുന്നത്, യേശുക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ക്ഷമിക്കുന്നത്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മറവിൽ നിന്നിട്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്നത്. അതുകൊണ്ട് ദൈവത്തിന്
അന്ന് ഇസ്ഹാക്ക് ചെയ്ത എന്ന് പറഞ്ഞതുപോലെ മറിച്ച് ക്രിസ്തുവാണ് നമുക്ക് ഇടയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന് ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പാപങ്ങളൊക്കെയും നമുക്ക് ക്ഷമിക്കുന്നത്. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലുവാനുള്ള നമ്മൾ അല്പം കൊള്ളരുതാത്തവരും ഒക്കെ ആയിരിക്കുമ്പോൾ പോലും ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത് ഈ ക്രിസ്തു അവിടെ ഉള്ളത് കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ വിശുദ്ധി അവിടെ ഉള്ളത് കൊണ്ടാണ്. അത് എപ്പോഴും ഓർക്കണം. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശയുമായി ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതാ പറഞ്ഞ ഒരു വാക്യം പോലും നമുക്കതിനകത്ത് വിട്ടുകളവാനില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം ഇവിടെ ഒന്ന് എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ മരിച്ചതുകൊണ്ട് ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ പാപമൊന്നും ചെയ്യാത്ത ഒരുവനെ യാഗമർപ്പിക്കാൻ തക്കവണ്ണം, തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമർപ്പിക്കാൻ തക്കവണ്ണം ദൈവം എന്നെ കേൾക്കുന്ന താങ്കളെയും സ്നേഹിച്ചു എന്നാണ്. അപ്പോൾ അത് ഒരു നിസ്സാര കാര്യമല്ല. അതിന് കൊടുത്തത് ഒരു നീതിമാൻ്റെ രക്തമാണ്. നമ്മുടെ രക്തമാണ് എടുക്കേണ്ടിയിരുന്നത്, നമ്മളാണ് തല്ലുകൊണ്ടേണ്ടിയിരുന്നത്, നമ്മളാണ് ചാട്ടവാറടി കൊള്ളേണ്ടിയിരുന്നത്. ഇതൊന്നും നമുക്ക് ദൈവം വെച്ചില്ല, മറിച്ച് അത് യേശുക്രിസ്തു എന്ന ഏകയാഗത്താൽ, വളരെ ശ്രദ്ധിക്കണം, ഏകയാഗത്താൽ, ഇനിയൊരു യാഗമല്ല, ഏകയാഗത്താൽ നമ്മുടെ പാപങ്ങൾ, ഇനി ചെയ്യാനിരിക്കുന്ന പാപങ്ങൾക്കുമുള്ള മറുവില അവിടെ നീതിമാനായ ഊനമില്ലാത്ത കുഞ്ഞാട് നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ആ പെസഹ കുഞ്ഞാട് യേശുക്രിസ്തു, നീതിമാനായ ഊനമില്ലാത്ത ആട്, നമുക്ക് വേണ്ടി യാഗമായി നമ്മളെ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വലിയ ആശയങ്ങളാണ് നമുക്ക് ആ വാക്യത്തിലൊക്കെ കിട്ടുന്നത്. എൻ്റെ 14-ാമത്തെ വാക്യം, എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ, ആദാമിൻ്റെ ലംഘനത്താൽ അനേകർ മനുഷ്യർ മരിച്ചുപോയി എങ്കിൽ ദൈവകൃപ ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനം അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അപ്പം അത് യേശുക്രിസ്തു ആദമിലൂടെ ഒരുപാട് പേർ മരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം അനേകർ നിത്യജീവനിലേക്ക് കടക്കുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. 21-ാമത്തെ വാക്യത്തിൽ 5-ന്റെ അവസാനം, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതാകും. നീതി എങ്ങനെയാണ് നമ്മൾ കണ്ടു? നീതി വരുന്നത് വിശ്വാസത്താലാണ്. അപ്പോൾ വിശ്വാസത്താലുള്ള നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് വേണ്ടിയിട്ടാണെന്നാണ്. 6-ാമത്തെ അധ്യായം, ആകയാൽ നാം എന്ത് പറയേണ്ടു? അപ്പം അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യുക എന്നാണോ? അപ്പോൾ പാപം ചെയ്താലാണ് കൃപ ലഭിക്കുകയെങ്കിൽ പാപം ചെയ്യാമെന്നുള്ളതാണോ? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പം സ്നാനം എന്തിനാണെന്നുള്ള ഒരു സത്യവും കൂടെ നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് ലഭിക്കുകയാണ്. ഇപ്പോൾ ആരോടെങ്കിലും എന്തിനാ സ്നാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഉത്തരം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നാനപ്പെട്ടവരുടെ ഉത്തരം അത് കുഞ്ഞായിരിക്കുമ്പോൾ സ്നാനപ്പെട്ടവരോ മുതിർന്നിട്ട് സ്നാനപ്പെട്ടവരോ ആര് സ്നാനപ്പെട്ടവരോട് ചോദിച്ചാലും ഞാൻ യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമേറ്റതെന്നൊരു ഉത്തരം ലഭിക്കാൻ വളരെ ദുർലഭമാണ്. അപ്പം അങ്ങനെ ഒരു ഉത്തരം ലഭിക്കില്ല. പക്ഷെ ഇവിടെ നമ്മൾ ആ ഒരു സത്യം നമ്മൾ അറിയണം. സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്നാനപ്പെടുന്നെങ്കിൽ അത് യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം എന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി. അപ്പോൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ യേശുക്രിസ്തു മരിച്ച മരണത്തിന് ചേരുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ അടക്കത്തിനോട് ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനോടും ആ സ്നാനത്തെ ചേർക്കാം. അതായത് യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമേറ്റതെങ്കിൽ, അല്ലെങ്കിൽ ആ സ്നാനം നമ്മളെ യേശുക്രിസ്തുവിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് ഭാഗാക്കി തീർക്കുകയാണ് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? 5-ാമത്തെ വാക്യം, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ്. പണ്ടത്തെ ജീവിതം തന്നെ തുടർന്നു പോകാനുമല്ല. എന്നിട്ട് 8-ാം വാക്യം, നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നു, നമ്മൾ മരിച്ചില്ല.
സ്നാനത്തോടൊപ്പം മരിക്കുന്നതിനോട് താതാത്മ്യം പ്രാപിച്ചതേ ഉള്ളൂ, യഥാർത്ഥത്തിൽ മരിച്ചില്ല. പക്ഷേ ആ താതാത്മ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ സമർപ്പിക്കുക വഴി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ഇനിയൊരു കാലത്ത് മരിക്കും, യഥാർത്ഥത്തിൽ മരിക്കും. മരിച്ചിട്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ 3 ദിവസത്തിനല്ല, ദൈവം വെച്ചിരിക്കുന്ന ഒരു കാലാവധി കഴിഞ്ഞ് ഒരു നിദ്രയിൽ നിന്ന് ഉണരുന്നത് പോലെ നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങും. ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പം എങ്ങനെയാണോ ഉറങ്ങി എഴുന്നേറ്റ ഒരു ഫീലേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇനിയൊരു 5, 10, 100, 200, 1000 വർഷം മണ്ണിനടിയിൽ നമ്മൾ കിടന്നിട്ട് നമ്മളൊന്ന് ജീവൻ വരുമ്പോൾ നമുക്ക് ഇന്നലെ രാത്രി കിടന്നു, ഇന്ന് രാവിലെ എഴുന്നേറ്റു എന്നൊരു ഫീലേ ഉണ്ടാവുകയുള്ളൂ. അതാണ് മരണത്തെ നിദ്രയോട് ഉപമിച്ച് പറയുന്നത്. അപ്പം അങ്ങനെ ആണെങ്കിൽ നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ, അതാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ, ഞാൻ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരുവാനാണ്, ക്രിസ്തുവിൻ്റെ മരണവും അടക്കവും ഉയർപ്പും ഒക്കെ ഈ സ്നാനത്തോടൊപ്പം എൻ്റെ ജീവിതത്തിലും വന്നു, അതുകൊണ്ട് ഞാൻ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് പോലെ ഞാനും ജീവിക്കും എന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കണമെന്നല്ല. വിശ്വസിക്കുന്നു, ഓൾറെഡി വി ബിലീവ് ദാറ്റ് എന്ന അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കണം, അതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ ജീവിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഓർത്ത് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ. ഇതിൻ്റെ അവസാനത്തിൽ 22-23 വാക്യങ്ങളിൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ. അപ്പം പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു, ഇപ്പോൾ പാപത്തിൻ്റെ ദാസന്മാരല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ഈ ദാസനാകുക എന്നൊക്കെ പറയുന്നത് ചിലർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ദൈവത്തിൻ്റെ ദാസനാണ്, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനാണ്. ദൈവം കൽപ്പിക്കുന്നത് കൽപ്പന ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അനുസരിക്കാൻ എനിക്ക് സന്തോഷമാണുള്ളത് എന്ന് ആ സന്തോഷത്തോടു കൂടെ ദാസ്യത്തിലേക്ക് വരുന്നൊരു ദാസ്യമാണ്. അല്ലാതെ നമ്മൾ അടിമയും ഉടമയും തമ്മിൽ അടികൊള്ളാനും ചാട്ടവാർ അടികൊള്ളാനും എഴഞ്ഞു നടക്കാനും ഈ യജമാനൻ്റെ എല്ലാ ദുഷ്ടതകൾക്കും പാത്രമാകുവാനുമുള്ള ഒരു അടിമ എന്ന നിലയ്ക്കല്ല, മറിച്ച് ഇത് ഒരു പ്രാഗൽഭ്യമുള്ള അടിമ അല്ലെങ്കിൽ അന്തസ്സുള്ള അടിമ, ദാസൻ ആയിത്തീരുന്ന ഒരവസ്ഥയാണ്. അവൾ ദൈവത്തിന് പാപത്തിൻ്റെ ദാസനാകുന്നതിനേക്കാളും എത്രയോ നല്ലതല്ലേ ദൈവത്തിന് ദാസനായിരിക്കുന്നത്. അപ്പം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. അപ്പോൾ ഇത് ഈ ദാസ്യത്തിന് അല്ലെങ്കിൽ ഈ അടിമത്വത്തിന് അല്ലെങ്കിൽ ഈ കീഴ്പ്പെടലിന് ഒരിക്കലും അതൊരു പ്രതിഫലം കിട്ടാത്ത കാര്യമല്ല. അതിനൊരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം അവിടെ പറയുന്നുണ്ട്, നിത്യജീവനാകുന്നു എന്നാണ്. നമ്മളെല്ലാവരും മരിക്കുന്നവരാണ്. എന്നാൽ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിനക്കും നിൻ്റെ സന്തതിക്കും നീ കാണുന്ന ഭൂമിയൊക്കെയും ശാശ്വതമായി തരും എന്ന് പറഞ്ഞതിനകത്ത് ഈ നിത്യജീവനുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിക്കും എന്നുമെന്നേക്കും ഭൂമി അവകാശമായി ജീവിക്കണമെങ്കിൽ അബ്രഹാമൻ മരിച്ചു ഇന്ന് ജീവിച്ചിരിപ്പില്ല. അബ്രഹാമിന് എങ്ങനെയാണ് ശാശ്വതമായി ഭൂമി അനുഭവിക്കാൻ കഴിയുക? ഇനി അബ്രഹാമിന് ജീവൻ കിട്ടണം. ജീവൻ കിട്ടിയിട്ട് വീണ്ടും അബ്രഹാം മരിക്കാതിരിക്കണം. അപ്പോൾ മാത്രമേ അബ്രഹാമിന് ഭൂമി ശാശ്വതമായി അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം അത് തന്നെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ ഫലം അന്തം നിത്യജീവനാകുന്നു എന്നാണ്. ആ നിത്യജീവൻ അബ്രഹാമിനും ലഭിക്കുന്നത് പോലെ തന്നെ നമുക്കും നമ്മൾ മരിച്ചു പോയാലും ദൈവം അനുവദിക്കുന്ന നാൾ അത് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ, അതിനു മുമ്പാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിത്യജീവനിലേക്ക് വരും. ആ യോഗ്യത പ്രാപിക്കാനാണ് ബൈബിൾ നമ്മൾ വായിക്കുന്നതും ദൈവത്തെ മനസ്സിലാക്കുന്നതും ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതും നമ്മളെ അനുസരിക്കാൻ നമ്മൾ കീഴ്പ്പെടുത്തി കൊടുക്കുന്നതും ഈ ദാസനായി ജീവിക്കാനുള്ള തീരുമാനമെടുത്ത് അത് ജീവിക്കുന്നതുമൊക്കെ അത് പ്രാപിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ മറ്റൊരു കാര്യം, ഒരു ആശ്വാസവാക്ക് പറഞ്ഞാണ് ഈ 6-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. നമുക്ക് സങ്കടപ്പെടാൻ വേറൊന്നുമില്ല, അത് തന്നെ മതി. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അത് വളരെ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ വ്യസനിപ്പിക്കുന്ന കാര്യം. പാപം ചെയ്യാതിരിക്കാനൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ദിവസവും അറിഞ്ഞുകൊണ്ടോ അറിയാതെയൊക്കെ നമ്മൾ തെറ്റുകളിൽ കടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇനി രക്ഷയില്ല, മരിക്കും.
എന്നാൽ അവിടെ മറ്റൊരു ആശ്വാസത്തിൻ്റെ കാര്യം പറയുന്നത്, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ്റെ ആശ്വാസമായി. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാവരം എന്ന് പറയുന്നത്, നമ്മൾ ഭൗതികമായ എല്ലാ കാര്യങ്ങളും നോക്കിയാലും നമുക്ക് മരണത്തിലേക്ക് അല്ലെങ്കിൽ നശിച്ചു പോകാനുള്ളതേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമാണ് യേശു ക്രിസ്തു ദൈവത്തിനും നമുക്കും മധ്യേ ഉണ്ട് എന്നുള്ളത്. ആ യേശു ക്രിസ്തുവിൽ നമുക്ക് നിത്യജീവൻ ഉറപ്പാണ് എന്നുള്ളതാണ് ഈ അധ്യായങ്ങളുടെ ആശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ കാതലായ കാര്യം. അത് ഏറ്റെടുക്കുകയും വിശ്വസിക്കുകയും വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുകയും ദൈവം അബ്രഹാമിന് സന്തതിക്ക് കൊടുത്ത വാഗ്ദത്തം ഇന്ന് നമ്മൾ ക്രിസ്തുവിലും ദൈവത്തിലും വിശ്വസിക്കുന്ന നമുക്കും പ്രാപ്യമാകുവാൻ തക്കവണ്ണമുള്ള ജീവിതം ജീവിക്കുവാൻ നമുക്ക് തയ്യാറെടുക്കാം, ശ്രമിക്കാം. അത് നമുക്ക് ഓരോരുത്തർക്കും പ്രാപിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.